അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു കറിയായിട്ടാണ് ചന മസാല. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചന മസാലയാണ്. ബട്ടൂരിൻ്റെയും ചപ്പാത്തിൻ്റെയും നാനിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് 1/4 കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ കുതിർത്തി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് 4 മീഡിയം സൈസ് സവാളയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണ്. 2 വലിയ തക്കാളി വെള്ളം കൂടാതെ അരച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 കഷ്ണം ബേ ലീഫ്, 3 ഗ്രാമ്പു, 2 ഏലക്ക, 1 ചെറിയ പീസ് പട്ട, മുളക് പൊടി 1/2 ടീസ്പൂൺ, ചാട്ട് മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകമാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സൺഫ്ലവർ ഓയിൽ, പാകത്തിനുള്ള ഉപ്പ്. ആദ്യം പ്രഷർ കുക്കർ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായാൽ അതിലേക്ക് സ്പൈസസും ചെറിയ ജീരകവും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് 1 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഒഴിച്ച് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതും ഒന്ന് 1/2 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് തക്കാളിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഏകദേശം 1 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മസാലയെല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത കടല ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതും 1 മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഗരം മസാലയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഓപ്പൺ ആക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ചന മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.